ഈശോ മിശിഹയിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു പെസഹ തിരുനാൾ കൂടി ആഗതമാവുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായിക്കൊണ്ട് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ, നമുക്ക് വേണ്ടി അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ പെസഹ തിരുനാൾ. പെസഹ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും പ്രിയമുള്ള എല്ലാ സഹോദരങ്ങൾക്കും നേരുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോനാഥൻ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം പരിശുദ്ധ കുർബാനകൾ നാം അർപ്പിച്ചിട്ടുണ്ടായിരിക്കും. നാളിതുവരെ അർപ്പിച്ച പരിശുദ്ധ കുർബാന എപ്രകാരമായിരുന്നു എന്ന് ഈ പെസഹ തിരുനാളിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. വേണ്ടത്ര യോഗ്യതയോടുകൂടിയാണോ നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ ഇതേവരെ നടന്നിട്ടുള്ളത്? നമുക്കറിയാം, പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് ഈശോ സ്ഥാപിച്ച നിമിഷം പെസഹ തിരുനാളിൽ ഈശോയോട് ചേർന്നിരുന്ന യൂദാസ്, ആദ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസ് കർത്താവിനെ തള്ളിപ്പറയുകയാണ്, ഒറ്റിക്കൊടുക്കുകയാണ്. ആ ഒറ്റിക്കൊടുക്കലിന് ശേഷം യൂദാസിന് തിരിച്ചു വരാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. എങ്കിലും യൂദാസിൽ പ്രവേശിച്ച സാത്താൻ അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവൻ്റെ ആത്മാവ് നഷ്ടമാവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ അയോഗ്യതയോടുകൂടിയുള്ള ബലിയർപ്പണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഒന്ന്, അയോഗ്യതയോടുകൂടി അല്ലെങ്കിൽ ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. തുടർന്ന് പൗലോസ് ലീഹ പറയുകയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മശോധന ചെയ്ത് കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന് പൗലോസ് ലീഹായിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ പാപമോചനം സ്വീകരിച്ച് എന്നും അങ്ങനെയായിരുന്നോ നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണം നടന്നത്? ഇനി ഇങ്ങനെ പാപമോചനം സ്വീകരിക്കാതെ അല്ലെങ്കിൽ പാപം ചെയ്യണമെന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ചില ചിന്തകളോടുകൂടിയൊക്കെയുള്ള ബലിയർപ്പണങ്ങൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ മാത്രമായിരിക്കുമ്പോൾ വിശുദ്ധിയോടെയൊക്കെ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പാപം ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ ബലിയർപ്പണം അതൊരിക്കലും പൂർത്തിയായില്ല അല്ലെങ്കിൽ വിശുദ്ധമായില്ല എന്ന് തന്നെ നമ്മൾ കരുതണം. ഇങ്ങനെ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുക, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില രോഗത്തിന്റെ മേഖലയുണ്ടെങ്കിൽ, ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ നാളിതുവരെ അർപ്പിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനകളൊക്കെ പരിശുദ്ധിയോടുകൂടിയായിരുന്നോ? വിശുദ്ധമായിട്ടാണോ നമ്മുടെ വിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിച്ചത്? പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പെസഹ തിരുനാളിൽ ചിന്തിക്കുക. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഈ പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കാൻ പോവുകയാണ്. പെസഹ തിരുനാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, പെസഹ തിരുനാളിലൂടെ
ഈശോ നമുക്ക് മുമ്പിലേക്ക് പരിശുദ്ധ കുർബാനയാണ് സ്ഥാപിച്ചത്. ആ പരിശുദ്ധ കുർബാന പെസഹ തിരുനാളായി നമ്മുടെ വീടുകളിൽ നാം കൊണ്ടാടുകയാണ്. പെസഹ അപ്പം പുഴുങ്ങി, അപ്പം മുറിച്ച്, പാല് കാച്ചി നമ്മൾ പെസഹ തിരുനാള് നമ്മുടെ ഭവനങ്ങളിൽ ആചരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ ചേർന്നിരിക്കുന്ന കത്തോലിക്കരായിരിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒന്ന് തന്നെയാണ് പെസഹ ആചരണം. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് പെസഹ ആചരിക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഈ ആചരണത്തിന് ശേഷം നിങ്ങൾ എല്ലാ വർഷവും ഇത് ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഇസ്രായേലായ നാം, അല്ലെങ്കിൽ കർത്താവിന്റെ ജനമായ നാം, ഒരു വർഷം പോലും പെസഹ ആചരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കരുതെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ രക്തബന്ധമുള്ളവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് നാം പെസഹ ആചരണം മാറ്റിവെക്കുക. എന്നാൽ ഈ നാളുകളിലൊക്കെ പലരും 2-3 വർഷങ്ങളൊക്കെ പെസഹ ആചരണം മാറ്റിവെക്കുന്ന അവസ്ഥകളൊക്കെയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഉചിതമല്ല. കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് പെസഹ ആചരണം, കർത്താവിന്റെ ജനത അത് ആചരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മുടക്കമുണ്ടാകാതെ ഇരിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പെസഹ ആചരണം ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും ഒരുക്കത്തോടുകൂടി വേണം തന്നെ ചെയ്യുവാനായിട്ട്. യോഗ്യതയോടുകൂടി വേണം നമ്മുടെ ജീവിതത്തിൽ പെസഹ അപ്പം പുഴുങ്ങുന്നതും പാല് കാച്ചുന്നതും എല്ലാം പ്രാർത്ഥനയോടുകൂടി ഏറ്റവും വിശുദ്ധിയോടുകൂടി ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയോഗ്യതയുടെ ഒരു മേഖല പോലും കടന്നു വരാനായിട്ട്, പാപത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു വന്നുകൊണ്ട് പെസഹ അർപ്പിക്കുവാനായിട്ട് ഇടയാകരുതെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവർ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് പെസഹ ആചരിക്കുന്നതും പെസഹ അപ്പം പുഴുങ്ങി പാല് കാച്ചി ഇവ ഭക്ഷിക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ്. കാരണം ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന തന്നെയാണ് പെസഹ ആചരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് പെസഹ ആചരിക്കേണ്ടതും അല്ലെങ്കിൽ പെസഹായിക്ക് നമ്മൾ പുഴുങ്ങുന്ന കുരിശപ്പവും കാച്ചുന്ന പാലും ഉപയോഗിക്കേണ്ടതും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായ തന്നെയുള്ള ഒരു ആചരണം തന്നെയാണ് നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ പെസഹ ആചരണത്തിൽ ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും തീഷ്ണതയോടുകൂടി തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയോട്, അവിടുത്തെ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വളരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.